എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. ഒരു യൂസ്ഡ് വെഹിക്കിൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെക്കാനിക്കൽ ചെക്കപ്സിനെ കുറിച്ചല്ല, അതിനോടൊപ്പം പലരും അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്ന ഡോക്യുമെൻറ്റേഷനെ കുറിച്ചാണ്. ഈ ഡോക്യുമെൻറ്റേഷൻ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ ഈ യൂസ്ഡ് കാർ ഏജൻസികളോ ബ്രോക്കേഴ്സോ ഇടനിലക്കാരോ ഇല്ലാതെ തന്നെ ഉടമസ്ഥരിൽ നിന്നും വണ്ടി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭീമമായ കമ്മീഷനും വണ്ടിയുടെ വിലയും ഒരുപാട് ലാഭിക്കാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മൾ യൂസ്ഡ് വെഹിക്കിൾ വാങ്ങാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് വെഹിക്കിളാണ് വാങ്ങിക്കുന്നത് എന്ന് ആദ്യം നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ അത് OLX വഴിയോ ന്യൂസ് പേപ്പറിൻ്റെ ആഡ് വഴിയോ നമ്മൾ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഓണറെ വിളിച്ചിട്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും അതിൻ്റെ ഇൻഷുറൻസ് പോളിസി നമ്പറും ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. അതായത് RC കോപ്പി വാങ്ങിക്കണം, RC ബുക്കിൻ്റെ കോപ്പി വാങ്ങിക്കണം. ഈ RC കോപ്പിയിൽ തന്നെ വണ്ടിയുടെ ചേസിസ് നമ്പർ, വണ്ടിയുടെ മോഡൽ, മാനുഫാക്ചറിങ് ചെയ്ത ഇയർ, വണ്ടിയുടെ ഹോഴ്സ് പവർ മുതലായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. ഈ RC കോപ്പി നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ മാനുഫാക്ചറിങ് കമ്പനിയുടെ ഡീലർ, അതായത് നിലവിൽ മാരുതിയുടെ ഡീലർ, പോപ്പുലറോ അല്ലെങ്കിൽ BRD അങ്ങനെയുള്ള ഡീലേഴ്സായിരിക്കും ഉണ്ടാവുക, അവരുടെ അടുത്ത് ഏൽപ്പിക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഹിസ്റ്ററിയും, അതായത് ലാസ്റ്റ് വണ്ടി സർവീസ് ചെയ്ത ഡേറ്റും വണ്ടിയുടെ മുന്നേ ഉണ്ടായിരുന്ന കംപ്ലയിൻസൊക്കെ അറിയാൻ പറ്റും. ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കമ്പനിയുടെ വാറൻറ്റി പീരീഡിലുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് കൂടുതൽ ലഭ്യമാവുക. അതായത് വാറൻറ്റി പീരീഡ് കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ സാധാരണയായിട്ട് ലോക്കൽ വർക്ക്ഷോപ്പിലാണ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നത്. കാരണം വണ്ടിയുടെ വർക്ക്ഷോപ്പിൽ അതിനുള്ള ചിലവ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ വാറൻറ്റി പീരീഡ് കഴിഞ്ഞിട്ടും ഡീലർ മെയിൻറ്റൈൻഡ് വെഹിക്കിളായിട്ട് ഉപയോഗിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ RC ബുക്കിൻ്റെ കോപ്പിയിൽ നിന്ന് ടാക്സ് വാലിഡിറ്റി എത്ര വർഷം വരെ ഉണ്ടെന്നുള്ളതും RC ബുക്കിൽ നിന്നും അറിയാവുന്നതാണ്. അതായത് ഗവൺമെൻറ് ഈ വെഹിക്കിൾ എത്ര നാളത്തേക്ക് അംഗീകരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അടുത്തതായി ഇൻഷുറൻസിൻ്റെ കാര്യം പറയാം. ഇൻഷുറൻസ് കമ്പനിയിൽ നേരിട്ട് ചെന്നോ അല്ലെങ്കിൽ ഏജൻറ്റ് വഴിയോ നമുക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി എടുക്കാവുന്നതാണ്. കൂടാതെ ഇൻഷുറൻസിൻ്റെ വാലിഡിറ്റി പീരീഡും ടൈപ്പ് ഓഫ് ഇൻഷുറൻസും, അതായത് തേർഡ് പാർട്ടി ആണോ, ഫുൾ കവർ ഇൻഷുറൻസ് ആണോ, ബമ്പർ ടു ബമ്പർ പോളിസി ആണോ, പ്രീമിയം തുക എത്രയായിരുന്നു, നോ ക്ലെയിം ബോണസ് ഉണ്ടോ, ഇൻഷുർഡ് വാല്യൂ എത്രയാണ് എന്നും, ഇൻഷുറൻസ് കമ്പനി ആ വണ്ടിക്ക് കാണുന്ന വാല്യൂ, അതായത് റിട്ടേൺ ഡൗൺ വാല്യൂ എന്നീ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇനി തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ നിന്നും തേർഡ് പാർട്ടിക്ക് സംഭവിക്കാവുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് മാത്രം ഇൻഷുറൻസ് പരിരക്ഷയിൽ ഉൾപ്പെടുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടി മറ്റൊരു വണ്ടിയുമായി ഇടിച്ചാൽ ആ വണ്ടിക്കുണ്ടാകുന്ന ഡാമേജുകൾക്ക് ഇൻഷുറൻസ് കമ്പനി പരിരക്ഷ നൽകുന്നതാണ്. എന്നാൽ നമ്മുടെ വണ്ടിക്ക് ഇൻഷുറൻസ് ലഭിക്കുന്നതല്ല. ഫുൾ കവർ ഇൻഷുറൻസ് പോളിസി ആണെങ്കിൽ എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. പക്ഷേ കാലഘട്ടം അനുസരിച്ചിട്ടുള്ള കിഴിവ് അഥവാ ഡിപ്രിസിയേഷൻ നഷ്ടപ്പെടും. ഉദാഹരണത്തിന് 5 വർഷം മുമ്പ് വാങ്ങിയ വണ്ടിയാണെങ്കിൽ ഓരോ വർഷത്തെ പഴക്കം കിഴിച്ചിട്ടുള്ള ഇൻഷുറൻസ് ക്ലെയിംസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ബമ്പർ ടു ബമ്പർ പോളിസി ആണെങ്കിൽ ഡിപ്രിസിയേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. ഇതിന് സീറോ ഡിപ്രിസിയേഷൻ ഇൻഷുറൻസ് പോളിസി എന്നും പറയും. ബമ്പർ ടു ബമ്പർ പോളിസി ആണെങ്കിൽ അതിൻ്റെ പ്രീമിയം തുക അല്പം കൂടുതലാണെങ്കിൽ കൂടി തന്നെയും അതെടുക്കുന്നതാണ് ഏറ്റവും ബെനിഫിഷ്യൽ. രണ്ടാമത്തെ പോയിൻ്റ്, വാങ്ങിക്കുവാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ നിലവിലെ മാർക്കറ്റ് വാല്യൂ ഓൺലൈൻ സൈറ്റുകളായ കാർദേക്കോ, കാർവാലെ, കാർ24 എന്നിവയിൽ ലഭ്യമാണ്. കേവലം വണ്ടിയുടെ മോഡൽ നമ്പറും കിലോമീറ്ററും നൽകിയാൽ വണ്ടിയുടെ മാർക്കറ്റിലെ വില നിലവാരം അറിയാവുന്നതാണ്. മൂന്നാമത്തെ പോയിൻ്റ്, RC ബുക്കും ഇൻഷുറൻസ് പോളിസിയും ഓക്കെ ആണെങ്കിൽ വണ്ടിയുടെ ഏകദേശ വില മാർക്കറ്റിൽ നിന്നും അറിഞ്ഞതിനു ശേഷം വിൽക്കുന്ന ആളെ ബന്ധപ്പെട്ട് വാങ്ങുന്ന വില നമുക്ക് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാം. ആളുകൾക്ക് സമ്മതമെങ്കിൽ വണ്ടി കാണുവാനായി ഒരു ദിവസവും സമയവും നിജപ്പെടുത്തി ഒരു വർക്ക്ഷോപ്പ് മെക്കാനിക്കിനെയും കൂട്ടി അവിടെ ചെല്ലുക. കമ്പനി വാറൻറ്റി പീരീഡിൽ ഉള്ള വണ്ടിയാണെങ്കിൽ മെക്കാനിക് അത്യാവശ്യമില്ല. നേരിട്ട് വണ്ടി കണ്ട് ബോധ്യപ്പെട്ട ശേഷം ഒരു ടോക്കൺ എമൗണ്ട് അഡ്വാൻസായി കൊടുക്കുക. നാലാമത്തെ പോയിൻ്റ്, വിൽക്കുന്ന ആളുടെ ആധാർ കാർഡ് കോപ്പിയും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തിനാണെന്ന് വെച്ചാൽ ടോക്കൺ എമൗണ്ട് കഴിഞ്ഞ് ബാലൻസ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും വാങ്ങിക്കുക.
പോയിന്റ് നമ്പർ 5. വിൽക്കുന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുഴുവൻ ഫണ്ടും ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം ലഭിക്കുന്ന UTR നമ്പർ, യുണീക്ക് ട്രാൻസാക്ഷൻ റെഫറൻസ് നമ്പറാണ് നമ്മുടെ പ്രൂഫായി സൂക്ഷിച്ചു വെക്കേണ്ടത്. ഇനിയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഫോമുകളെ കുറിച്ച് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു റെസിപ്റ്റിൻ്റെ ഫോർമാറ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ആയി എന്ന് പറഞ്ഞ് ഒരു റെസിപ്റ്റ് നമ്മൾ വാങ്ങിച്ചു വയ്ക്കുക. അത് രണ്ട് കൂട്ടർക്കും നല്ലതാണ് സൂക്ഷിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പ്ലേസ്, ഇവിടെ ഡേറ്റ് എഴുതാം. റിസീവ്ഡ് ഫ്രം മെസ്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിൽക്കുന്ന ഓണറുടെ പേര് എഴുതാം. എത്ര രൂപയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അത് വേർഡ്സിൽ എഴുതാം. അത് കഴിഞ്ഞ് നമ്മളിവിടെ മേക്ക് ഓഫ് വെഹിക്കിൾ, ഏത് കമ്പനിയുടെ വെഹിക്കിളാണ്, മോഡൽ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ വിൽക്കുന്ന ആളുടെ സിഗ്നേച്ചർ, ഇത് 2 കോപ്പി വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായി ഫോം നമ്പർ 29. വണ്ടിയുടെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഫോമാണിത്. ഇത് 2 കോപ്പി വേണം. ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ടു ദ രജിസ്ട്രിങ് അതോറിറ്റി, വാങ്ങിച്ച ആളുടെ RTO ഓഫീസിൻ്റെ അഡ്രസ്സ്. I, വിൽക്കുന്ന ആളുടെ പേര്, റെസിഡൻറ്റ് ഓഫ്, വിൽക്കുന്ന ആളുടെ അഡ്രസ്സ്. ഹാവ് ഓൺ ദി ട്രാൻസ്ഫർ ഡേ, ഇയർ. സോൾഡ് ആൻഡ് ഡെലിവേർഡ് മൈ വെഹിക്കിൾ, രജിസ്ട്രേഷൻ നമ്പർ. മേക്ക്, കാറിൻ്റെ കമ്പനി നെയിം, വെഹിക്കിളിൻ്റെ ചേസിസ് നമ്പർ, വെഹിക്കിളിൻ്റെ എൻജിൻ നമ്പർ. 2, വാങ്ങുന്ന ആളുടെ പേര്, സൺ ഓർ വൈഫ് ഓർ ഡോട്ടർ ഓഫ് ഫില്ല് ചെയ്യുക. റിസൈഡിങ് അറ്റ്, വാങ്ങുന്ന ആളുടെ അഡ്രസ്സ്. അണ്ടർ ദ എഗ്രിമെൻറ്റ് ഓഫ് ഹയർ പർച്ചേസ് ഹൈപ്പോത്തിക്കേഷൻ വിത്ത്, ലോൺ എടുത്ത സ്ഥാപനത്തിൻ്റെ പേര്. ഇവ ഫില്ല് ചെയ്യുക. സിഗ്നേച്ചർ ഓഫ് ദ രജിസ്റ്റേർഡ് ഓണർ, വിൽക്കുന്ന ആളുടെ സൈൻ. സിഗ്നേച്ചർ ഓഫ് ദ ഫിനാൻഷ്യർ, ലോൺ കൊടുത്ത സ്ഥാപനത്തിൻ്റെ സൈൻ. ഡേറ്റ്. കോപ്പി ടു ദ രജിസ്ട്രിങ് അതോറിറ്റി, വിൽക്കുന്ന ആളുടെ RTO ഓഫീസിൻ്റെ സ്ഥലപ്പേര്. അടുത്തതായി ഫോം നമ്പർ 30 കുറിച്ച് പറയാം. ഓണർഷിപ്പ് കൈമാറ്റവും അതിൻ്റെ ഇൻറ്റിമേഷനും ഉള്ള ആപ്ലിക്കേഷൻ ഫോമാണിത്. ഇതും 2 കോപ്പി വേണം. ഇതെങ്ങനെയാണ് ഫിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് 2 പാർട്ടുണ്ട്. അതിൽ പാർട്ട് 1 ഫിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ടു ദ രജിസ്ട്രിങ് അതോറിറ്റി, വിൽക്കുന്ന ആളുടെ RTO ഓഫീസിൻ്റെ അഡ്രസ്സ്. നെയിം ഓഫ് ദ ട്രാൻസ്ഫറർ, വിൽക്കുന്ന ആളുടെ പേര്. സൺ ഓർ വൈഫ് ഓർ ഡോട്ടർ ഓഫ് ഫില്ല് ചെയ്യുക. വിൽക്കുന്ന ആളുടെ ഫുൾ അഡ്രസ്സ്. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് ഓൺ ദിസ്, ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേ, ഇയർ. സോൾഡ് മൈ മോട്ടോർ വെഹിക്കിൾ, കാറിൻ്റെ വെഹിക്കിളിൻ്റെ മോഡല്. ബെയറിംഗ് രജിസ്ട്രേഷൻ മാർക്ക്, വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ. 2, വാങ്ങുന്ന ആളുടെ പേര്, സൺ ഓർ വൈഫ് ഓർ ഡോട്ടർ ഓഫ് വാങ്ങുന്ന ആളുടെ, റിസൈഡിങ് അറ്റ് വാങ്ങുന്ന ആളുടെ ഫുൾ അഡ്രസ്സ്. ഇവിടെ ഡേറ്റ്, ഇവിടെ വിൽക്കുന്ന ആളുടെ സിഗ്നേച്ചർ. ഇനി ഫോം നമ്പർ 30യുടെ പാർട്ട് 2 എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ടു ദ രജിസ്ട്രിങ് അതോറിറ്റി, വാങ്ങുന്ന ആളുടെ RTO ഓഫീസിൻ്റെ അഡ്രസ്സ്. നെയിം ഓഫ് ദ ട്രാൻസ്ഫറി, വാങ്ങുന്ന ആളുടെ പേര്. സൺ ഓർ വൈഫ് ഓർ ഡോട്ടർ ഓഫ് ഫില്ല് ചെയ്യുക. വാങ്ങുന്ന ആളുടെ ഫുൾ അഡ്രസ്സ്. ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഐ ഹാവ് ഓൺ ദിസ് ട്രാൻസ്ഫർ ഡേ ഓഫ് ദ ഇയർ ഫില്ല് ചെയ്യുക. പർച്ചേസ് ദ മോട്ടോർ വെഹിക്കിൾ ബെയറിംഗ് രജിസ്ട്രേഷൻ നമ്പർ, വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഫില്ല് ചെയ്യാം. ഫ്രം, വിൽക്കുന്ന ആളുടെ പേരും അഡ്രസ്സും. സിഗ്നേച്ചർ ഓഫ് ദ ട്രാൻസ്ഫറി, ഇവിടെ വാങ്ങുന്ന ആളുടെ സിഗ്നേച്ചർ ഇടുക. സ്പെസിമെൻ സിഗ്നേച്ചർ ഓഫ് ദ ട്രാൻസ്ഫറി, വാങ്ങുന്ന ആളുടെ 2 സിഗ്നേച്ചർ ഇവിടെ കൊടുക്കണം. ഈ സിഗ്നേച്ചർ ആയിരിക്കും ഒഫീഷ്യൽ റെക്കോർഡ്സിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഭാഗം വിൽക്കുന്ന ആൾക്ക് ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഫിനാൻഷ്യർ ഒപ്പിടേണ്ട ഭാഗമാണ്. അതിൻ്റെ കോപ്പി ഫിനാൻഷ്യർക്ക് അയക്കുകയും വേണം.
അടുത്തതായി ഫോം നമ്പർ 35 കുറിച്ച് പറയാം. വണ്ടിയുടെ പുറത്ത് ലോൺ അഥവാ ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെങ്കിൽ വണ്ടിയുടെ ഉടമസ്ഥൻ ഒന്നുമില്ലെങ്കിൽ ലോൺ അടച്ചുവീട്ടി ഹൈപ്പോത്തിക്കേഷൻ ടെർമിനേഷൻ ഫോം ലോൺ കൊടുത്ത സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റാവുന്നതാണ്. ഒപ്പം തന്നെ അവരുടെ ലെറ്റർ പാഡിൽ ലോൺ അടച്ചു തീർത്തു എന്ന് പറഞ്ഞ് എഴുതി വാങ്ങേണ്ടതാണ്. ഇനിയിപ്പോൾ വണ്ടിയുടെ ഉടമസ്ഥന് ലോൺ അടച്ചു വീട്ടാൻ മാർഗമില്ലെങ്കിൽ വിൽക്കുന്ന ആൾക്കും ലോൺ കൊടുത്ത സ്ഥാപനത്തിനും വിരോധമില്ലെങ്കിൽ ഈ ലോൺ വണ്ടി വാങ്ങുന്ന ആൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് നൽകാവുന്നതാണ്. അതിനായി ഈ ഫോം 35 ലോൺ എടുത്ത സ്ഥാപനവുമായി ചേർന്ന് പൂരിപ്പിച്ച് വാങ്ങുന്ന ആളുടെ പേരിലേക്ക് മാറ്റാവുന്നതാണ്. ലോൺ കഴിഞ്ഞ് മിച്ചമുള്ള എമൗണ്ടേ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. ഇനി ഈ ഫോം 35 എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ടു ദ രജിസ്ട്രിങ് അതോറിറ്റി, വിൽക്കുന്ന ആളുടെ RTO ഓഫീസിൻ്റെ അഡ്രസ്സ്, ഇവിടെ രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾ നമ്പർ, ഇവിടെ വെഹിക്കിളിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ, സിഗ്നേച്ചർ ഓഫ് ദ രജിസ്ട്രേഡ് ഓണർ, ഇവിടെ വിൽക്കുന്ന ആളുടെ സൈൻ, സിഗ്നേച്ചർ ഓഫ് ദ ഫിനാൻഷ്യൽ, ലോൺ കൊടുത്ത സ്ഥാപനത്തിൻ്റെ സൈൻ വാങ്ങിക്കുക. ഇവിടെ ഡേറ്റ് എഴുതാം, 2 സ്ഥലത്ത് ഡേറ്റ് എഴുതാം. അടുത്ത പോയിന്റ് നമ്പർ 7, ഒരു മ്യൂച്വൽ എഗ്രിമെൻറ്റ് തയ്യാറാക്കി അതിൽ 2 പാർട്ടിയും, അതായത് ഒരു മുദ്ര പേപ്പറിൽ വിൽക്കുന്ന ആളുടെ ഡീറ്റെയിൽസും വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽസും വണ്ടിയുടെ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തി ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുക. ഇത് RTOയിൽ ഒന്നും ആവശ്യമില്ലാത്തതാണെങ്കിലും ഒരു ഫ്യൂച്ചർ സേഫ്റ്റിക്കും വാഹനത്തിൻ്റെ സുതാര്യമായ ക്രയവിക്രയങ്ങൾക്കും ഉതകുന്നതാണ്. വാഹന വിൽപ്പന കരാർ ഉടമ്പടിയുടെ ഒരു സാമ്പിളാണിത്. ഇത് മുദ്ര പേപ്പറിൽ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഇത് വെറുതെ സാമ്പിളിനായിട്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. പോയിന്റ് നമ്പർ 8, ഇനി വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്നും ഒറിജിനൽ RC, ഇൻഷുറൻസ് പോളിസി, സർവീസ് റെക്കോർഡ്സ്, അതുപോലെ വെഹിക്കിൾ കമ്പനിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും, അതായത് മെയിൻ്റനൻസ്, സർവീസ് മുതലായ ഡോക്യുമെൻറ്റ്സ്, പിന്നെ റോഡ് ടാക്സ് ഡിസ്ക്, ഡ്യൂപ്ലിക്കേറ്റ് കീ, എല്ലാ വാറണ്ടി പേപ്പേഴ്സ് എന്നിവ കൈപ്പറ്റുക. പോയിന്റ് നമ്പർ 9, വാങ്ങുന്ന ആളുടെ പേരിലേക്ക് ഓണർഷിപ്പ് മാറ്റിക്കിട്ടുന്നതിനു വേണ്ടി പൂരിപ്പിച്ച എല്ലാ ഫോമുകളും, അതായത് ഫോം നമ്പർ 29, 30, 35 ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം, പിന്നെ ഒറിജിനൽ RC ബുക്ക്, ഇൻഷുറൻസ് കോപ്പി വാങ്ങുന്ന ആളുടെ സ്ഥലത്തെ RTOയ്ക്ക് സബ്മിറ്റ് ചെയ്യുക. ഫോം 29 വിൽക്കുന്ന ആളുടെ RTO ഓഫീസിലേക്കും എന്തായാലും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിനോടൊപ്പം ഫോം 30യും 35ഉം സബ്മിറ്റ് ചെയ്യുന്നത് സേഫർ സൈഡാണ്. ഇപ്പോൾ സെപ്റ്റംബർ 1, 2019 മുതൽ RTO ഓഫീസുകൾ സെൻട്രലൈസ്ഡ് ആക്കുന്നതിൻ്റെ ഭാഗമായി ഏത് RTO ഓഫീസിലും നൽകാവുന്നതാണ്. രജിസ്റ്റേർഡ് പോസ്റ്റ് വിത്ത് അക്നോളജ് ഡ്യൂ ആയി അയക്കുന്നതാണ് കൂടുതൽ സേഫായ രീതി. പോയിന്റ് നമ്പർ 10, RC ബുക്ക് സാധാരണഗതിയിൽ 2 ആഴ്ച സമയം കൊണ്ട് വണ്ടി വാങ്ങിയ വ്യക്തിയുടെ പേരിലുള്ള RC ബുക്ക് തപാൽ മാർഗം ലഭിക്കുന്നതാണ്. ഇതിനായി സ്വന്തം അഡ്രസ്സ് എഴുതിയ പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിച്ച, ഇതിന് ഇപ്പോൾ 41 രൂപയാണ് ഉള്ളത്. സ്റ്റാമ്പ് ഒട്ടിച്ച ബ്ലാങ്ക് കവർ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഫോംസിൻ്റെ കൂടെ കൊടുക്കേണ്ടതാണ്. RC ബുക്കിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് നടന്നോ എന്നറിയാൻ ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ സാധ്യമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. RC ബുക്ക് പുതിയ ആളുടെ പേരിലാക്കി കിട്ടിയ ശേഷം ഉടനെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് റിമൈനിങ് പീരീഡിലേക്കുള്ള ഇൻഷുറൻസ് കവർ പർച്ചേസറുടെ പേരിലേക്ക് മാറ്റിക്കിട്ടുവാനായി ഇൻഷുറൻസ് ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുക്കേണ്ടതാണ്. ഇതാണ് ഇൻഷുറൻസ് ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഫോം. ഫ്രം, വിൽക്കുന്ന ആളുടെ പേരും അഡ്രസ്സും, ടു ദ ഇൻഷുറൻസ് ഓഫീസർ, ഇൻഷുറൻസ് കമ്പനി, ട്രാൻസ്ഫർ ഓഫ് ഇൻഷുറൻസ് വെഹിക്കിൾ നമ്പർ, രജിസ്ട്രേഷൻ നമ്പർ, വെഹിക്കിളിൻ്റെ മോഡൽ, സോൾഡ് ടു, വാങ്ങുന്ന ആളുടെ പേരും അഡ്രസ്സും, ഇവിടെ പ്ലേസ്, ഡേറ്റ് എഴുതാം, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, വിൽക്കുന്ന ആളുടെ സൈൻ. ഇനി വെഹിക്കിൾ വേറെ സ്റ്റേറ്റിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഡോക്യുമെൻറ്റേഷൻ കൂടാതെ ആ സ്റ്റേറ്റിൽ നിന്നും കൺസേൺഡ് അതോറിറ്റിയിൽ നിന്നും ഒരു NOC ഫോം വിൽക്കുന്ന ആൾ വാങ്ങിക്കേണ്ടതാണ്. അത് വാങ്ങുന്ന ആൾക്ക് മറ്റുള്ള ഡോക്യുമെൻസിൻ്റെ കൂടെ നൽകേണ്ടതാണ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള റേറ്റ് 500 രൂപയാണ് കേരളത്തിൽ. ഇത് പാസഞ്ചർ കാറിൻ്റെ റേറ്റാണ്. ഇത് കാലഘട്ടം അനുസരിച്ചും വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചും ചേഞ്ച് ആവും. ഇനി വളരെ പെട്ടെന്നുള്ള ട്രാൻസാക്ഷന് വേണ്ടി RTO ഓഫീസിൽ ഒരു എക്സ്പ്രസ് കൗണ്ടർ ഉണ്ട്. ആ സർവീസ് നമുക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഒരു യൂസ്ഡ് വെഹിക്കിൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.